ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതരീതി അനുവർത്തിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. ഇതുവരെ പത്രിക സമർപ്പിച്ചത് 341 പേർ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷം. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന് US. ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട് മലയാളികളായ 2 പേർ മരിച്ചു. ഒരാളെ കാണാതായി. വാർത്തകൾ വിശദമായി. യോഗ, ആയുർവേദം തുടങ്ങിയ രാജ്യത്തിന്റെ പരമ്പരാഗത ചികിത്സാ രീതികൾ ആഗോള അംഗീകാരം ലഭിച്ചവയാണെന്നും ഇവയെ രണ്ടാം തരമായി കണക്കാക്കരുതെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള ഉരുളിക്കഞ്ചനിൽ പ്രകൃതി ചികിത്സാ ഗ്രാം സുധാർ ട്രസ്റ്റ് നടത്തുന്ന പ്രകൃതി ചികിത്സാ ആശ്രമത്തിന്റെ 81ാം വാർഷികാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയോട് ഇണങ്ങിയുള്ള പ്രകൃതിദത്തമായ ജീവിതരീതി അനുവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കേരള നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുക. മാർച്ച് 24-നാണ് പത്രികകളുടെ പരിശോധന. മാർച്ച് 26 വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ടായിരിക്കും. സംസ്ഥാനത്ത് ഇതുവരെ 341 സ്ഥാനാർത്ഥികളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരം 23, കൊല്ലം 23, പത്തനംതിട്ട 7, ആലപ്പുഴ 25, കോട്ടയം 22, ഇടുക്കി 8, എറണാകുളം 29, തൃശൂർ 43, പാലക്കാട് 35, മലപ്പുറം 30, കോഴിക്കോട് 39, വയനാട് 9, കണ്ണൂർ 33, കാസർഗോഡ് 11 എന്നിങ്ങനെയാണ് പത്രിക സമർപ്പിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് കേരളത്തിലെത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എന്നിവരുൾപ്പെടെ BJPയുടെ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനായി കേരളത്തിലെത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനം ഈ മാസം 25-ന് കോഴിക്കോട് നടക്കുന്ന റാലിയോടെ ആരംഭിക്കും. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ ജില്ലകളിൽ പര്യടനം നടത്തും. CPIM ദേശീയ നേതാക്കളായ MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മറിയം ധാവലെ, സുഭാഷിണി അലി തുടങ്ങിയവരും പ്രചാരണത്തിനായി കേരളത്തിലെത്തും. സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വോട്ടർമാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കൊല്ലം ജില്ലാ ഭരണകൂടത്തിന്റെയും സ്വീപിന്റെയും ആഭിമുഖ്യത്തിൽ പെഡൽ ടു പോൾ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. കളക്ടർ N ദേവിദാസ് സൈക്ലത്തോണിൽ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. എന്റെ വോട്ട് എന്റെ അഭിമാനം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. രാവിലെ ആശ്രാമം മൈതാനത്ത് നിന്ന് ആരംഭിച്ച സൈക്ലത്തോൺ ചിന്നക്കട, മണിമേട, കൊല്ലം ബീച്ച്, തങ്കശ്ശേരി വഴി കളക്ടറേറ്റിൽ സമാപിച്ചു. 60ഓളം പേർ പങ്കെടുത്തു. കളക്ടർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ, കൊല്ലത്തെ വിവിധ സൈക്ലിംഗ് ക്ലബ്ബുകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് സൈക്ലത്തോൺ സംഘടിപ്പിച്ചത്. കേരള നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പ് 2026-ലെ പെരുമാറ്റച്ചട്ടപ്രകാരം വിവാദ പരാമർശം നടത്തിയ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും നിയുക്ത ഗുരുവായൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയുമായ B ഗോപാലകൃഷ്ണനെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലാ കളക്ടർ നടപടിയെടുത്തു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് പ്രസ്തുത പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട് മലയാളികളായ 2 പേർ മരിച്ചു. ഒരാളെ കാണാതായി. സംഭവത്തിൽ മന്ത്രി MB രാജേഷ് അനുശോചനം രേഖപ്പെടുത്തി. അതേസമയം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പാലക്കാട് തൃത്താല സ്വദേശികളായ യൂസഫ്, ഷംല എന്നിവർ മരിക്കുകയും റംല എന്നയാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷം.
ഇസ്രയേലിലെ ഡിമോണ, അരാദ് എന്നീ നഗരങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. നഥാൻസ് ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയാണിതെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. എന്നാൽ ഇസ്രയേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. ഇറാന്റെ ആക്രമണത്തിന് മറുപടിയായി ടെഹ്റാനിലെ മാലിക് അക്തർ സർവകലാശാലയിലുള്ള ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. അതിനിടെ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകി. എന്നാൽ US കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാനും തിരിച്ചടിച്ചു. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ ശത്രുക്കൾക്ക് മാത്രമേ അടച്ചിട്ടുള്ളൂ എന്ന് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനിലെ ഇറാൻ പ്രതിനിധി വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രയേലും സൃഷ്ടിക്കുന്ന സംഘർഷമാണ് ഗൾഫിലെയും ഹോർമുസ് കടലിടുക്കിലെയും നിലവിലെ സാഹചര്യത്തിന്റെ മൂല കാരണമെന്ന് ഇറാൻ പ്രതിനിധി ചൂണ്ടിക്കാട്ടി. ഇന്ന് ലോക ജലദിനം. ജലവും ലിംഗഭേദവും എന്നതാണ് ഈ വർഷത്തെ ജലദിനത്തിന്റെ പ്രമേയം. ജലമലിനീകരണം തടയുക, ജലത്തിന്റെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക, സ്വാഭാവിക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക തുടങ്ങിയവ ജലസംരക്ഷണത്തിന് സഹായകരമാകുമെന്ന് ഹരിത കേരളം മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശ്രീ എബ്രഹാം കോശി ആകാശവാണിയോട് പറഞ്ഞു. ജലം ഒഴുകുന്നിടത്ത് സമത്വം വളരുന്നു എന്ന സന്ദേശം മുൻനിർത്തി പ്രാദേശിക തലത്തിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. ജലമലിനീകരണം തടയുക, ജലവിനിയോഗത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക, സ്വാഭാവിക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ജലസംരക്ഷണത്തിന് സഹായകരമാകുന്ന പ്രധാന ഘടകങ്ങളായിട്ട് കാണേണ്ടതുണ്ട്. സംസ്ഥാനത്തെ വാർഷിക ജല ആവശ്യം കരുതലോടെയുള്ള ജലവിഭവ മാനേജ്മെന്റിലൂടെ നേരിടുന്നതിന് നമുക്ക് കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകർക്കായി തയ്യാറാക്കിയ വോട്ടറിവ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നാൾവഴികൾ നാളെ പ്രകാശനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തിൻ യു കേൽക്കർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും. 1957 മുതലുള്ള കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രവും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മണ്ഡലം തിരിച്ചുള്ള പ്രധാന വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പുസ്തകം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതരീതി അനുവർത്തിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. ഇതുവരെ പത്രിക സമർപ്പിച്ചത് 341 പേർ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷം. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന് US. ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട് മലയാളികളായ 2 പേർ മരിച്ചു. ഒരാളെ കാണാതായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.